അപ്പോൾ നമ്മുടെ ഒരു ഫാമിലി മെമ്പർ NIACL, അതായത് ദ ന്യൂ ഇന്ത്യ അഷുറൻസിൻ്റെ ചാർട്ടൊന്ന് നോക്കാവോ എന്ന് പറഞ്ഞ് കമൻറ്റ് ചെയ്തായിരുന്നു. അപ്പം ഞാൻ നോക്കിയിട്ട് എൻ്റെ ഒരു വ്യൂ ഞാൻ പറയാം. ഇത്രേ ഉള്ളൂ. ഇങ്ങനെയാണ് ഇതിൻ്റെ ചാർട്ട് ഇപ്പം ജസ്റ്റ് ഇങ്ങനെ കിടക്കുന്നത്. നിങ്ങൾക്കത് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. ഇതാ ഇവിടുന്ന് ഒരുപാട് ഒരു ഫ്ലക്ച്വേഷൻ പോലെ മുകളിലോട്ടും താഴോട്ടൊക്കെ വന്നേക്കുന്നൊരു ചാർട്ടാണത്. എന്ന് വെച്ചാൽ അങ്ങനങ്ങല്ല, ഒരു ഡൗണി വന്നു, നിങ്ങൾക്കിത് കാണുമ്പോൾ പറയും ഡൗണി വന്നു, അപ്പ് വന്നു, പിന്നെ താന്നു, പിന്നെ ഒരു അപ്പ് മൂവ്മെൻറ്റ് വന്നു. അപ്പോൾ പ്രോപ്പറായിട്ടൊരു അപ്പ് ട്രെൻഡ് അങ്ങനെ വന്നിട്ടില്ലെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പം ഏതാണ്ടൊരു 2017 മുതൽ ഉണ്ടായിരിക്കുന്നൊരു ചാർട്ടാണ്. അപ്പം നമുക്കറിയാം, ഇവിടെ നിന്ന് വാങ്ങിച്ചവരൊക്കെ കുറേ നാളിങ്ങനെ ഹോൾഡ് ചെയ്തിരിക്കേണ്ട വന്നിട്ടുണ്ട്. ഈ ഹൈ വാങ്ങിച്ചത് ഇതുവരെ അതൊരു ബ്രേക്ക് ഈവൻ ആയിട്ടില്ല, അല്ലെങ്കിൽ ആ ഒരു പ്രൈസ് റേഞ്ചിന് മുകളിലോട്ട് പോയിട്ടില്ല. ഇതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ, എൻട്രി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറയാം. അപ്പോൾ ഇത്രേ ഉള്ളൂ. നമുക്ക് ഇപ്പം ഇങ്ങനെ കാണുമ്പോഴത്തേക്ക് ഒരു ഐഡിയ തോന്നത്തില്ല. നമുക്ക് ജസ്റ്റ് കുറച്ച് കാര്യങ്ങൾ നമുക്കിനത് വരയ്ക്കാം. ഇവിടുന്ന് നമ്മൾ കണ്ട് ഇങ്ങനെ ഒന്ന് വരയ്ക്കുമ്പോഴത്തേക്ക് തന്നെ ആ ചാർട്ട് ഒരു ഏകദേശം ഒരു ഐഡിയ ഇപ്പം നിങ്ങൾക്ക് കിട്ടും. കണ്ടോ, ഇവിടുന്ന് ഒരു ഡൗണിൽ തന്നെയാണ് ഈ ഒരു ചാർട്ട് വന്നേക്കുന്നത്. ഇവിടുന്ന് ഒരു ബ്രേക്ക് വന്നിട്ടുണ്ട്, പക്ഷെ എന്നാലും നല്ല സ്ട്രോങ് ക്യാൻഡിൽസ് അവിടെ ഇല്ല. കണ്ടോ, ഈ അവിടെ അങ്ങനെ വലിയ സ്ട്രോങ് ക്യാൻഡിൽസ് ഇല്ല. ഇവിടുന്നാണ് ഒരു ബ്രേക്ക് നടന്നത്. അപ്പം ഇവിടുന്ന് ഇപ്പോൾ നമ്മളിപ്പോൾ ചാടി കയറി ഒറ്റ ഷോട്ടിൽ കയറി എടുക്കരുത്, എടുക്കാൻ നമ്മൾ പറയത്തില്ല. കാര്യം അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ക്യാൻഡിൽസൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് വേണമെങ്കിൽ വാങ്ങിക്കുന്നതിനെ പറ്റി ആലോചിക്കാമായിരുന്നു. അപ്പം ഈ ഒരു ഏരിയ കഴിഞ്ഞിട്ടാണ്, ഈ ഒരു ഏരിയ കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഈ ഒരു റെസിസ്റ്റൻസ് നമുക്ക് കാണാൻ പറ്റും ഈ ഒരു ഏരിയയിലെ. അപ്പം ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് വന്നു, ഇവിടുത്തെ കൺസോൾട്ടേഷൻ പോലെ തന്നെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ബാക്കിയുള്ള മൂവ്മെൻറ്റ് എന്തായിരിക്കും നമുക്ക് നോക്കാം. ഇത്രേ ഉള്ളൂ. നമുക്ക് ജസ്റ്റ് ഇവിടുന്ന് നമുക്കൊരു ഡെയിലി ടൈം ഫ്രെയിം എടുക്കുക. എന്നാൽ ഇതും പോട്ടെ, ഒരു ഡെയിലി ടൈം ഫ്രെയിം എടുക്കാം. അപ്പോൾ നമുക്ക് ചെറിയൊരു ടൈം ഫ്രെയിമിലെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവും. അത്രേ ഉള്ളൂ. സിമ്പിളായിട്ട് നമുക്ക് വരയ്ക്കാം. ഇവിടുന്ന് നമ്മൾ ഇങ്ങനൊരു പാറ്റേൺ പ്രൈസ് ആക്ഷൻ വരയ്ക്കുന്നു, അല്ലെങ്കിൽ ഒരു സപ്പോർട്ട് ലൈൻ വരയ്ക്കുന്നു. ഇതിൻ്റെ കളർ ജസ്റ്റ് ഒന്ന് മാറ്റി കൊടുക്കുക, ഒരു റെഡ് കൊടുക്കുക. അപ്പോൾ ഒന്നുകൂടെ എടുത്തറിയാൻ പറ്റും. നമ്മൾ സിമ്പിളായിട്ട് ജസ്റ്റ് ഒരു റെസിസ്റ്റൻസ്, സപ്പോർട്ട് വരച്ചു. ഇതിനൊരു റെസിസ്റ്റൻസ് നമ്മളിവിടെ മാർക്ക് ചെയ്യുന്നു. ഇത്രേ ഉള്ളൂ. കണ്ടോ, വളരെ സിമ്പിളായിട്ട് നമ്മളത് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാം, ഈ ഒരു ബ്രേക്ക് നടന്നു കഴിഞ്ഞിട്ട് ഇവിടെ ഒരു ചെറിയ റെസിസ്റ്റൻസ് എടുത്തു, ഇവിടെ പിന്നെ റെസിസ്റ്റൻസ് എടുത്തു, അങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഒരു ചാനൽ ഫോർമേഷൻ നമുക്കത് കാണാൻ പറ്റുന്നുണ്ട്. അതാണ് ഈ ഒരു ചാനൽ ഞാൻ ഹൈലൈറ്റ് ചെയ്യുന്നല്ല, ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്ന നിങ്ങൾക്കത് കാണാൻ പറ്റുന്നില്ലേ. ഇതിനകത്തോടുള്ളൊരു മൂവ്മെൻറ്റാണത്. ഇപ്പം നമുക്കത് ചാടിക്കറി വാങ്ങിക്കാമോ എന്ന് ചോദിച്ചാൽ ഒരു പ്രശ്നം എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ റെസിസ്റ്റൻസ് ഇങ്ങനെ കിടക്കുക. അപ്പം ഒരു ബെസ്റ്റ് എൻട്രി പോയിൻ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ഒരു ഏരിയയ്ക്ക് മുകളിലായിരിക്കും. അപ്പം ഈ ഒരു ഏരിയയ്ക്ക് മുകളിലെത്തിക്കഴിഞ്ഞാൽ വാങ്ങിക്കുന്നതായിരിക്കും ഒന്നുകൂടെ ബെറ്റർ. അപ്പോൾ നമുക്കതൊരു വീക്കിലി ടൈം ഫ്രെയിമിലോട്ട് പോകാം. ഇവിടെ ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു ക്യാൻഡിൽ തന്നെ ഫോം ആയിട്ടുണ്ട്. പിന്നെ ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഏരിയ ഒരു റെസിസ്റ്റൻസ് ചിലപ്പം ഇങ്ങനെ എടുക്കാനുള്ള ചാൻസ് ഉണ്ട്. നമുക്ക് 100% പറയാൻ പറ്റത്തില്ല, എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞാണ്. അപ്പോൾ എൻ്റെ ഒരു വ്യൂ ഇങ്ങനെയാണ്. ഇവിടെ നിന്ന് ബ്രേക്കായി കഴിഞ്ഞാൽ പിന്നെ മുകളിലോട്ട് കുഴപ്പമില്ലാത്തൊരു പോക്ക് അതിനുള്ളൊരു ചാൻസ് ഉണ്ട്. അപ്പം എല്ലാവരും അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക, ചാടി എൻട്രി എടുക്കാതെ ഒന്ന് നോക്കുക. പിന്നെ ഇതൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്യാൻഡിൽസാണ്. കാരണം ഈ ഒരു ചെറിയ മൂവ്മെൻറ്റ്സിനെ എല്ലാം കവർ ചെയ്യുന്ന രീതിയിൽ ഇവിടെ ഒരു വലിയൊരു ക്യാൻഡിൽ ഉണ്ടായിരിക്കുന്നു. ഇന്ന് പിന്നെ വെള്ളിയാഴ്ച ആയതുകൊണ്ട് നമുക്കൊരു വീക്കിലി ടൈം ഫ്രെയിമിൻ്റെ ക്ലോസ് ആണത്. അപ്പോൾ പിന്നെ വേറൊരു കാര്യം എക്സ്ട്രാ ഞാൻ ആഡോണായിട്ട് പറയുകയാണ്. എപ്പോഴും ഒരു മിക്ക വീഡിയോസിലും പറയാറുണ്ട്, എന്നാലും ഞാൻ എടുത്ത് പറയുകയാണ്. ഒരു വീക്കിലി ടൈം ഫ്രെയിമിൽ നമ്മൾ എൻട്രി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും ആ ഒരു വീക്ക് കഴിഞ്ഞിട്ട് മാത്രം, ആ ഒരു ബ്രേക്ക് ഔട്ട് കൺഫർമേഷൻ ആണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഒരു ബുധനാഴ്ച ഒരു ബ്രേക്ക് ഔട്ട് കാണണമെന്ന് പറഞ്ഞിട്ട് ചാടി കയറാൻ പാടില്ല. അത് പല ടൈം ഫ്രെയിമിലൊക്കെ അനാലിസിസ് നടത്തിയാൽ കുറച്ചുകൂടെ ഒരു ഐഡിയ കിട്ടും. പക്ഷേ ഒരു വീക്കിലി എൻട്രി എന്ന് പറയുമ്പോഴത്തേക്ക് എപ്പോഴും ഒരു വെള്ളിയാഴ്ച അല്ലെന്നുണ്ടെങ്കിൽ വെള്ളിയാഴ്ച എടുക്കാവുന്നല്ല, അതായത് എപ്പോഴും നമുക്കൊരു കൺഫർമേഷൻ കിട്ടത്തുള്ളൂ, എന്നാലേ ക്യാൻഡിലിൻ്റെ ക്ലോസ് ആകത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ ക്യാപിറ്റൽ അവിടെ ക്ലോസ് ആയിട്ട് കിടക്കേണ്ടി വരും. അതെനിക്ക് പലപ്പോഴും ചാടി കയറി എനിക്ക് അങ്ങനെ പണി കിട്ടിയിട്ടുള്ളത്. ഇപ്പോൾ അതിവിടെ നോക്കുക, ഈ ഒരു ഏരിയ കണ്ടോ, ഈ ഒരു വിക്കുകളൊക്കെ. അപ്പോൾ ഇവിടെയൊക്കെ ഒരു റെസിസ്റ്റൻസ് ചിലപ്പോൾ അത് ഫേസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഇവിടെ നല്ലൊരു ബൈയിങ് കാണുന്നുണ്ട്. ബയ്യേഴ്സ് കുഴപ്പമില്ലാതെ ഇൻട്രസ്റ്റ് കാണിച്ചിട്ടുണ്ടെന്ന് നമുക്കത് മനസ്സിലാക്കാം.
അപ്പം ഇവിടുന്ന് ഒരു ബ്രേക്ക് ഔട്ട് വരുന്നിടം വരെ വെയിറ്റ് ചെയ്യുക. പിന്നെ താഴേന്ന് വാങ്ങിച്ചിട്ടുണ്ടോ, ആ ബ്രോ താഴേന്ന് വാങ്ങിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇപ്പം വിറ്റ് കളയുമൊന്നും വേണ്ട, നമ്മൾ മുകളിലോട്ടുള്ളൊരു പോക്ക് തന്നെ നമുക്കത് പ്രതീക്ഷിക്കാം. പിന്നെ ഈ ഒരു താഴത്തെ ഈ ഒരു ലൈൻ ഒന്ന് ശ്രദ്ധിക്കുക. കാര്യം അത് ബ്രേക്ക് ചെയ്ത് താഴെ പോയാൽ മാത്രം ഒന്ന് അലേർട്ടായിട്ടിരിക്കുക. അപ്പം പുതിയ എൻട്രി എടുക്കുന്നവർക്ക് ഇവിടെ നിന്നൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും ഒരു ചെറിയൊരു സ്റ്റോപ്പ് ലോസിലൂടെ തന്നെ എടുക്കുക. അപ്പം ഇത്രയ്ക്കുള്ളൂ. ഞാനത് ചെറുതാക്കി വെക്കാം, നിങ്ങൾക്ക് നിങ്ങളുടെ ചാർട്ടിൽ ഒന്ന് വരച്ച് നോക്കാം. അപ്പം ഇത്രയേ ഉള്ളൂ കാര്യങ്ങൾ.